സംസ്ഥാനത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ പാറക്കോറികളുണ്ട്. ഖനനം അവസാനിപ്പിച്ച പാറക്കോറികൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായും സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളായും അപകടക്കെണികളായും പലതരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട ക്വാറികളെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ചില നല്ല മാതൃകകൾ ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പുതിയ മാതൃകയാണ് കൊല്ലം ജില്ലയിലെ കരീപ്ര ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. (20,320 ഹെക്ടർ ഭൂവിസ്തൃതിയുള്ള കരീപ്ര കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന പഞ്ചായത്താണ്. 1,856 ഹെക്ടറിലധികം സ്ഥലത്ത് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സജീവമായി നെൽകൃഷി നടത്തുന്ന പഞ്ചായത്തുകളിലൊന്നാണ് കരീപ്ര. നെൽകൃഷിക്ക് പുറമെ പച്ചക്കറി കൃഷി, പൂക്കൃഷി, കിഴങ്ങുവർഗ്ഗങ്ങൾ, കേരകൃഷി എന്നിങ്ങനെ വൈവിധ്യമാർന്ന കൃഷികൾ കരീപ്രയിൽ വ്യാപകമാണ്. ജലദൗർലഭ്യമാണ് കരീപ്രയിലെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിനു പരിഹാരം കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ പഞ്ചായത്തിലെ ഉളവക്കോട് വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഖനനം അവസാനിപ്പിച്ച പാറക്കോറിയിലാണ് എത്തിയത്. വർഷം മുഴുവൻ ജലസമൃദ്ധമായ ഈ ക്വാറിയിലെ ജലം കൃഷിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന്റെ സാധ്യതകൾ തിരക്കിയാണ് പഞ്ചായത്ത് അധികൃതർ ഹരിത കേരളം മിഷനെ സമീപിക്കുന്നത്. കരീപ്രയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു കാർഷിക ഗ്രാമമാണ്. പഞ്ചായത്തിലെ പ്രധാന പ്രശ്നം കുടിവെള്ളക്ഷാമമാണ്. വേനൽക്കാലത്ത് ജലസേചനത്തിനും കുടിവെള്ളത്തിനും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു പഞ്ചായത്താണ്. പക്ഷേ ഒട്ടനവധിയായ ഉപേക്ഷിക്കപ്പെട്ട പാറക്കോറികൾ ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ അതിൽ കെട്ടിക്കിടക്കുന്ന ജലം ഏത് രീതിയിൽ ഈ കൃഷിക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇത്തരത്തിലൊരു പ്രോജക്റ്റ് തന്നെ ഉരുത്തിരിഞ്ഞു വന്നത്. അതിന് ഞങ്ങളെ സഹായിച്ചത് നവകേരള കർമ്മ പദ്ധതിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹരിത കേരള മിഷനുമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന മിഷൻ യോഗത്തിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടു. റിപ്പോർട്ട് അംഗീകരിച്ച മുഖ്യമന്ത്രി ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പാക്കാൻ അനുമതി നൽകിയതോടെയാണ് ഹരിത തീർത്ഥം എന്ന പദ്ധതി യാഥാർത്ഥ്യമായത്. അനർട്ടിന്റെ സബ്സിഡിയോടെ സ്ഥാപിച്ച സോളാർ പാനലുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് ക്വാറിയിലെ വെള്ളം പമ്പ് ചെയ്യുകയും പമ്പ് ചെയ്യുന്ന വെള്ളം ചെറുതോടുകളിലൂടെ സമീപത്തുള്ള തലക്കുളത്തിലേക്കും പാടശേഖരങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. ഇതിനായി 10 കിലോവാട്ടിന്റെ സോളാർ പവർ പ്ലാന്റും 10 HP-യുടെ സബ്മെർസിബിൾ പമ്പും ക്വാറിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സോളാർ പവർ പ്ലാന്റ്, സബ്മെർസിബിൾ പമ്പ്, വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള പൈപ്പ്, കേബിൾ, അനുബന്ധ സാമഗ്രികൾ, സർവീസ് ചാർജ് എന്നിവയെല്ലാം ചേർത്ത് 7,89,300 രൂപയാണ് പദ്ധതിക്ക് ചെലവായത്. അനർട്ടിന്റെ സബ്സിഡി ഇനത്തിൽ 2,09,946 രൂപയും കേന്ദ്ര സർക്കാരിന്റെ MNRE വിഹിതമായി ലഭിച്ച 1,32,900 രൂപയും കിഴിച്ചാൽ പദ്ധതി ചെലവ് 4,46,454 രൂപ മാത്രമാണ്. 7ഓളം വാർഡുകളിലെ കാർഷിക മേഖലയ്ക്ക് ആശ്വാസമാകുന്നു എന്നതാണ് പദ്ധതിയുടെ പ്രധാന നേട്ടം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മണ്ഡലത്തിൽപ്പെട്ട കരീപ്ര പഞ്ചായത്തിൽ ഹരിത കേരള മിഷനും കരീപ്ര പഞ്ചായത്തും അനർട്ടും ചേർന്ന് ഒരു നൂതനമായ പദ്ധതി രൂപപ്പെടുത്തുകയാണ്. ഉളവുകോട് എന്ന പ്രദേശത്തുള്ള 20 ഹെക്ടറിലധികം വരുന്ന ഒരു പഴയ പാറമടയുണ്ട്. അതിൽ നിറച്ച് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇവിടെ സോളാർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് 10 HP-യുള്ള ഒരു സബ്മേഴ്സിബിൾ പമ്പ് അതിനകത്ത് ഇറക്കി വെച്ച് അവിടെയുള്ള വിശാലമായ പാടശേഖരത്തിനും മറ്റു പ്രദേശത്തും ജലസേചനം നടത്താനുള്ളൊരു പദ്ധതിയാണ്. അതാണ് ഹരിത തീർത്ഥം പദ്ധതി. ഈ പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥലത്ത് ടൂറിസത്തിൻ്റെ വലിയ സാധ്യതകളുണ്ട്. വളരെ വലിയ ഒരു മേഖലയിൽ വെള്ളക്കെട്ടുകളുണ്ട്. അതിനകത്ത് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെയും അതിനകത്തെ ഈ വലിയ ജലാശയത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ജലകേളി അവിടുത്തെ ടൂറിസം പദ്ധതികളുടെ ഒക്കെ കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റും. ഇത് ഒരു മോഡലാണ്, പൈലറ്റാണ്. ഇതുപോലെ ധാരാളം കോറികൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ട്. പലയിടത്തും വെള്ളം കെട്ടിക്കിടന്ന് അപകടം ഉണ്ടാക്കുന്നുണ്ട്. ഉണക്ക് കാലത്ത് വെള്ളമില്ലാത്ത പ്രശ്നമുണ്ട്.
ഇതിനൊക്കെ പരിഹാരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം സോളാറാണ് വൈദ്യുതിക്കായി ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കറണ്ട് ചാർജിൻ്റെ പ്രശ്നം വരുന്നില്ല. ഈ പദ്ധതിയുടെ ചിലവ് സബ്സിഡി എല്ലാം കഴിച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവാണ് എന്നുള്ളതാണ് കണക്കുകൾ. പദ്ധതിയുടെ തുകയുടെ വലുപ്പമല്ല, പദ്ധതിയുടെ ആശയത്തിൻ്റെ വലുപ്പമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഈ പദ്ധതി കേരളത്തിനാകെ ലോകത്തിനാകെ ഒരു മോഡലായ സോളാർ വൈദ്യുതി ഉപയോഗിച്ച് നിശ്ചലമായി കിടക്കുന്ന ഉപയോഗക്ഷമമല്ലാത്ത ഇത്തരം കേന്ദ്രങ്ങളിലെ പാറമട പോലെയുള്ള മറ്റു പല സ്ഥലങ്ങളിലുമുള്ള വെള്ളം പമ്പ് ചെയ്യാനും അതേപോലെ മറ്റു പല മേഖലകളിലും ഹരിത എനർജി ഉപയോഗിക്കാനും ഇതൊരു മാതൃകയാവും. 5 വാർഡുകളിൽ നെൽകൃഷിക്ക് ഈ വെള്ളം പ്രയോജനപ്പെടും. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അവാർഡ് മേടിച്ചു കൊടുത്ത കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല ഏലായാണിത്. ഇത് 75 ഏക്കർ നെൽകൃഷി തരിശുരഹിതമായിട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ 2 പൂവിലും ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 3-ാം പൂവും കൃഷി ചെയ്യാൻ ഒരുക്കമായിരുന്നു, പക്ഷേ ജലദൗർലഭ്യമാണ് കുഴപ്പം. നമ്മുടെ കൃഷിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ജലദൗർലഭ്യമാണുള്ളത്. ആ ജലത്തിന് ഒരു പരിഹാരമാകും എന്നുള്ളതാണ് ഞങ്ങളുടെ കർഷകരെ സംബന്ധിച്ചുള്ള ഒരു സന്തോഷവും ആശ്വാസകരമായി തോന്നുന്നത്. അപ്പം ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വേനൽക്കാലത്തുള്ള വരൾച്ചയും കുടിവെള്ള ലഭ്യത കുറവും, അതോടൊപ്പം തന്നെ കൃഷി ആവശ്യത്തിനുള്ള വെള്ളത്തിൻ്റെ ജലലഭ്യത അഭാവവും ഉണ്ട്. അപ്പം ഈ ഒരു ഹരിത തീർത്ഥം എന്ന് പറയുന്ന ഒരു ബൃഹത്തായ പദ്ധതി വഴി കർഷകർക്ക് ഒരു ശാശ്വത പരിഹാരം ആവുകയാണ്. ഇതുവഴി ഈ പഞ്ചായത്തിൽ ഒരു വലിയ രീതിയിലുള്ള കാർഷിക മുന്നേറ്റമാണ് കരിപ്ര ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും പ്രതീക്ഷിക്കുന്നത്. സാധാരണ പാറക്കോറികളിൽ നിന്ന് വ്യത്യസ്തമായി പരസ്പര ബന്ധിതമായ ചെറു ക്വാറികളുടെ ഒരു നിരയാണ് ഉളവക്കോട് ക്വാറിയുടെ കാഴ്ച. ഇത് ഈ പ്രദേശത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള സാധ്യതകളും തുറക്കുന്നുണ്ട്. നല്ല ഒരു ലാൻഡ് ഡെവലപ്മെൻറ്റ് ഇതിൻ്റെ ആവശ്യമുണ്ട്. നല്ല രീതിയിൽ ഇവിടെ മികച്ച സംവിധാനങ്ങൾ, ഒരു പാർക്ക് ഏരിയ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികളുടെ പാർക്കായാലും മുതിർന്നവർക്ക് ഇരിക്കാനുള്ള ഒരു ഏരിയ ആയാലും ആംഫി തിയേറ്റേഴ്സ് ആയാലും പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്നതിനുള്ള ഓപ്പൺ തിയേറ്റേഴ്സ് ആയാലും ഒക്കെ അത് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സർക്യൂട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നു എന്നുള്ളതാണ്. വേനൽക്കാലത്താണ് പദ്ധതിയിലൂടെയുള്ള ജലസേചനം ഏറെ ആവശ്യമായി വരുന്നത്. വർഷം മുഴുവൻ ഈ പാറക്കോറി ജലസമൃദ്ധമാണ്. അതുകൊണ്ട് തന്നെ ജലസേചനത്തോടൊപ്പം കുടിവെള്ള വിതരണ രംഗത്തടക്കം നൂതനാശയങ്ങൾക്കുള്ള സാധ്യതകളും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇതിനായി ക്വാറിയിലെ വെള്ളത്തിന്റെ അളവ് കൃത്യമായി നിർണ്ണയിക്കുന്നതിന് സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗത്തിന്റെ സഹകരണത്തോടെ ബാത്തിമെട്രി സർവേ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും ഹരിത കേരളം മിഷൻ തുടക്കം കുറിച്ചിട്ടുണ്ട്. വിവിധ ഏജൻസികളെ സഹകരിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന ഈ പദ്ധതി ജില്ലയിൽ എവിടെയൊക്കെ സാധ്യമാകുന്നു എന്നുള്ളത് ജില്ലാ പഞ്ചായത്ത് പരിശോധിക്കുകയും അതിനനുസൃതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാറമടകളുടെ ഒരു വലിയ കേന്ദ്രം നമ്മുടെ കിഴക്കൻ പഞ്ചായത്തുകളിലുണ്ട്. പലയിടത്തും പാറ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയാണ്. അത്തരം ജലാശയങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. വെള്ളം പുറത്തു കൊണ്ടുവന്ന് കുളങ്ങളെ സജ്ജമാക്കി കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് ആലോചിക്കാൻ കഴിയും. മിനറൽ വാട്ടർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് സാധ്യതകളാണ് ഇത് നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത്. വർത്തമാനകാല കേരളത്തിന് പ്രളയവും വരൾച്ചയും ഒരുപോലെ ഭീഷണിയാണ്. പുതിയൊരു കേരളം പടുത്തുയർത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപം നൽകിയ നവകേരളം കർമ്മ പദ്ധതിയിൽ പ്രളയത്തെയും വരൾച്ചയും നേരിടുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. പ്രളയത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇനി ഞാനൊഴുകട്ടെ, സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം തുടങ്ങിയ ജനകീയ ക്യാമ്പയിനുകൾ ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ വരൾച്ച പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താവുന്ന മാതൃകയാണ് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ കരിപ്ര ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വച്ചിട്ടുള്ളത്. കരിപ്ര പഞ്ചായത്തിൽ 20 ഏക്കർ വിസ്തൃതിയുള്ള പാറക്കുറിയിലെ വെള്ളം 5 വാർഡുകളിലോളമുള്ള പാടശേഖരങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു പദ്ധതി വാസ്തവത്തിൽ കേരളത്തിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയായിട്ടുള്ളതാണ്. വാസ്തവത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായിട്ടുള്ള നിരവധി പാറക്കോറികൾ നമുക്ക് കാണാൻ കഴിയും.
മഴയുടെ ക്ഷാമം ഉള്ള ഒരു സാഹചര്യം, അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് കൃഷി ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നത്, ഇതിനൊക്കെ ഒരു തരത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയും നമുക്ക് ഈ പാറക്കോറിയിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് കരിപ്രയിലെ ഈ പാറക്കോറിയിലെ വെള്ളം സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട്, പമ്പ് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് കൃഷിയിടങ്ങളിലേക്ക് വിടുന്ന ഈ ഒരു പദ്ധതി മാതൃകാപരമാണ് എന്ന് പറയുന്നത്. പൂർണ്ണമായും ഹരിത ഊർജത്തിൽ അധിഷ്ഠിതമായ ഈ പദ്ധതി കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയാണ്.